വൈസ് പ്രസിഡന്റ് JD വാൻസിനും ഭാര്യ ഉഷ വാൻസിനും നാലാമതൊരു കുട്ടി കൂടി പിറന്നിരിക്കുന്നു. അലക്സ് വാൻസ് നീൽ. വളരെ സന്തോഷം. അവർക്ക് നേരത്തെ തന്നെ 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ട്. ഇപ്പം 4 കുട്ടികളായി. ഇപ്പം അവർക്ക് 39 വയസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ അമേരിക്കൻ സംസ്കാരം അനുസരിച്ച് ഈ സ്ത്രീകളൊക്കെ വിവാഹം കഴിക്കുന്ന ഒരു 40 വയസ്സായിട്ടാണ്. പിന്നെ അപ്പോഴത്തേക്ക് ഈ കുട്ടികളുണ്ടാവുന്ന പ്രായം കഴിയും. പിന്നെ IVF, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ തുടങ്ങിയ കലാപരിപാടികളാണ്. അങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. കുട്ടിയോ ഉണ്ടാവുന്നത്. ഇത് പൊതുവെ സാധാരണയായിട്ട് കാണാറുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ ഇവർ 4 കുട്ടികൾ ഇത്ര നേരത്തെ തന്നെ ഉണ്ടായി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെ. അപ്പോൾ കുട്ടികൾ കൂടുതൽ അമേരിക്കയിൽ കുട്ടികളില്ലാത്തതാണ് പ്രശ്നം. പിന്നെ കുറവ് ആളുകളുടെ എണ്ണം കുറയുന്നത്. നേരെ മറിച്ച് ഇന്ത്യയിലൊക്കെ ആളുകളുടെ എണ്ണം കൂടുന്നതാണ് പ്രശ്നം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പം പിന്നെ തിരുവിതാംകൂർ ആ മേഖലയിലൊക്കെ ഈ കുട്ടികളുടെ എണ്ണം കുറയുന്നതും ഒരു പ്രശ്നമാണ്. അവിടെ സ്കൂളുകളിലൊക്കെ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ പിള്ളേരില്ല. നേരെ മറിച്ച് മലബാർ മേഖലയിൽ പിന്നെ ആവശ്യത്തിന് സ്കൂളുകളുമില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം, 2 സംസ്കാരങ്ങൾ, പിന്നെ മുസ്ലിങ്ങളുടെ പിന്നെ സ്ഥലങ്ങളിൽ കൂടുതൽ കുട്ടികളുണ്ടാവുന്നു, മറ്റുള്ള സ്ഥലങ്ങളിൽ കുട്ടികളുണ്ടാവുന്നില്ല. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ ചിന്താഗതിയിൽ വന്ന മാറ്റം. അപ്പോൾ എന്തായാലും ഈ അമേരിക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഉഷ വാൻസും പിന്നെ 3 കുട്ടികളായപ്പോൾ തന്നെ ഭാര്യ മതി, ഇനി ഇല്ല എന്ന് പറഞ്ഞതാണ് എന്നാണ് JD വാൻസ് നേരത്തെ പറഞ്ഞത്. പക്ഷെ അതിനിടയിലാണ് ഈ ചാർലി കിർക്ക് എന്ന് പറഞ്ഞ ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റും പിന്നെ അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ പ്രചാരകനൊക്കെ ആയിരുന്ന ചാർലി കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണശേഷം പറഞ്ഞത്, അവർക്ക് 2 കുട്ടികളാണ്, ഞങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാവേണ്ടതായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ടാണ് ഒരു കുട്ടിയുടെ ഉണ്ടായതെന്നാണ് JD വാൻസ് നേരത്തെ പറഞ്ഞത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെ. അപ്പോൾ ഈ ഉഷ വാൻസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് അവരുടെ ആ ഉറച്ച മതവിശ്വാസമാണ്. ഇതുവരെയും ഈ ക്രൈസ്തവ കേന്ദ്രീകൃതമായ ഇപ്പം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലൊക്കെ വരുന്നവർ ഈ പിന്നെ ഗുണകരമായ ഒരു തീരുമാനം ഈ മതകാര്യങ്ങളിൽ ഈ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏത് രാഷ്ട്രീയമാണോ അതിനനുസരിച്ച് മതം മാറാനൊന്നും ഒരു മടിയും കാണിക്കാറില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഭർത്താവിൻ്റെ മതം എന്താണോ ആ മതത്തിലേക്ക് ഭാര്യ കൂടെ ചേരുക, മറ്റൊരു മതത്തിൽ നിന്ന് വന്നതാണെങ്കിൽ. നേരെ മറിച്ച് ഇവർ പിന്നെ ഹിന്ദുമതത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറാനായിട്ട് അവർ പിന്നെ താല്പര്യമില്ല. അപ്പം JD വാൻസ് പറഞ്ഞ് അവരും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് കരുതി നിർബന്ധിക്കാനൊന്നുമില്ല. അത് അവരുടെ ആഗ്രഹം, അവരുടെ പിന്നെ സ്വാതന്ത്ര്യം, പിന്നെ എവിടെ നിൽക്കണമെന്നുള്ളത്. നേരെ മറിച്ച് അവരുടെ മക്കളൊക്കെ ഇവരും പള്ളിയിൽ പോവും, ഇവരുടെ മക്കളും പള്ളിയിൽ പോവും, മക്കളൊക്കെ പിന്നെ മാമോദിസ മുഖ്യവരുമാണ്. അപ്പോൾ അങ്ങനെ ആണ് ആ ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ട് പോക്കുക വിശ്വാസ കാര്യങ്ങളിൽ. നേരെ മറിച്ച് നമുക്കറിയാം, ഒബാമ അല്ലെങ്കിൽ പിന്നെ കമല ഹാരിസ്, ഇവരൊക്കെ വലിയ ക്രൈസ്തവ വിശ്വാസികളാണെന്നാണ് പറയാറ്. പക്ഷേ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുക മിക്കപ്പോഴും. ഇപ്പോൾ കമല ഹാരിസൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ബ്രെറ്റ് കാവനായെ പിന്നെ സുപ്രീം കോടതി ജഡ്ജി, അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തുന്ന അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ നിങ്ങൾ കത്തോലിക്കനായതുകൊണ്ട് അത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഈ ജോലിയിൽ പ്രതിഫലിക്കുമോ, നിങ്ങൾ നൈറ്റ് ഓഫ് കൊളംബസിൽ അംഗമായതുകൊണ്ട് അത് ഈ സുപ്രീം കോടതി ജഡ്ജി നിങ്ങളുടെ തീരുമാനങ്ങളെ ഏത് രീതിയിൽ ബാധിക്കും, ഈ രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അപ്പം പിന്നെ തങ്ങളുടെ വിശ്വാസത്തിനൊരു ഉറപ്പുമില്ല, അതൊരു നാണക്കേട് പോലെ കരുതുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് ഉഷ വാൻസ് അവരുടെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ അതായാലും നല്ലൊരു കാര്യം തന്നെ, നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്തായാലും. പിന്നെ ആ മാറ്റങ്ങൾ എന്ന് കരുതി ആളുകൾക്ക് മറ്റൊരു വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ മാറിപ്പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിന് ഒരു തർക്കവുമില്ല. പലപ്പോഴും ഈ മതം മാറ്റമൊക്കെ നമ്മൾ വിചാരിക്കുന്നു അതൊരു മതപരമായ കാര്യമാണെന്ന്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഇപ്പോൾ താണജാതിക്കാർ മതം മാറുന്നത്, അവർ മതം മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് മുൻകാലത്തും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അവരെ താണവരാക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? അപ്പോൾ പിന്നെ അത് അങ്ങനെയുള്ള ഒരു മതത്തിൽ നിന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പം അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പം മുഹമ്മദ് അലി പിന്നെ അദ്ദേഹം നേരത്തെ കാഷ്യസ് ക്ലേ ആയിരുന്നു. പക്ഷേ ആ ക്രൈസ്തവ വിശ്വാസം വിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. കാരണം ഈ ക്രൈസ്തവ വിശ്വാസം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ അടിമത്വവും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെല്ലാം ന്യായീകരണം കണ്ടെത്തിയ ഒരു മതമായിരുന്നു.
അപ്പം മുൻകാലങ്ങളിൽ മുൻ തലമുറയെ പീഡിപ്പിച്ച ഒരു മതമായിരുന്നു. അപ്പോൾ അതുകൊണ്ടത് പിന്നെ വിട്ടാണ് അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് ഒരു പ്രൊട്ടസ്റ്റ് പോലെയാണ് മാറിപ്പോകുന്നത്. അപ്പോൾ ഇതാണ് പലപ്പോഴും മതം മാറ്റത്തിൽ കാണാറുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഇപ്പം AK ഗോപാലൻ്റെ കൊച്ചുമകൾ ഒരു ഇസ്ലാം മത വേഷമൊക്കെ ഇട്ട് പിന്നെ വിവാഹത്തിന് പോകുന്നത് കണ്ടപ്പോൾ അതും ഒരു അരോചകമായിട്ട് തോന്നി. പിന്നെ നേരെ മറിച്ച് മുഹമ്മദ് റിയാസും വീണ വിജയനും അവർ വിവാഹിതരാണ്, പക്ഷേ ഇസ്ലാമിക രീതിയിലല്ല. അപ്പോൾ ഇസ്ലാമിക രീതിയിലാവണമെങ്കിൽ പിന്നെ ഭാര്യ കൂടി ഇസ്ലാം ആവണം, അല്ലെങ്കിൽ അത് വ്യഭിചാരമായിട്ട് കണക്കാക്കും എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ മന്ത്രി KM ഷാജി അന്ന് പറഞ്ഞത് ഓർക്കുന്നു. അതിനെതിരെ ഈ ഇസ്ലാം നേതാക്കൾ തന്നെ അദ്ദേഹത്തോട് അപ്പോളജി പറയുന്നതും ക്ഷമ പറയുന്നതും പിന്നെ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ മതം മാറ്റ കാര്യങ്ങളിൽ എന്തായാലും ഉഷാ വാൻസിൻ്റെ ആ നിലപാട് പിന്നെ നല്ലൊരു കാര്യം തന്നെ, ഉറച്ച നിലപാട്. അതുപോലെ തന്നെ അവരാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസിയായിരുന്നു JD വാൻസ്. അദ്ദേഹത്തെ കത്തോലിക്ക വിശ്വാസിയായിട്ട് കൊണ്ടുവരുന്നതിലും ഒരു പങ്ക് വഹിച്ചത് അവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ കത്തോലിക്ക വിശ്വാസിയാണെങ്കിലും JD വാൻസ് ഈ വത്തിക്കാനും മാർപ്പാപ്പയുമായിട്ടൊക്കെ പിന്നെ പറയുന്നതിന് നേരെ വിപരീതമാണ്. അദ്ദേഹം പറയുന്ന യുദ്ധത്തെപ്പറ്റി മാർപ്പാപ്പ പറയുന്ന ഒന്ന് ആ രീതിയിൽ ആർക്കെങ്കിലും പറ്റുമോ? ആ രീതിയിൽ ഇപ്പോൾ പിന്നെ ഇറാൻ്റെ കാര്യത്തിൽ ഇറാനെ ആ രീതിയിലങ്ങ് വിട്ടുകൊടുക്കുക. ഇറാനെതിരെ പോരാടാനൊന്നും പോകാതെ അവർ അണ്വായുധമുണ്ടാക്കാനൊക്കെ ഉള്ള അനുവാദം കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ഇതൊക്കെ ഇല്ലാതെ പറ്റില്ല. പക്ഷെ സഭ പിന്നെ ഇങ്ങനെ പറയൂ. ആ രീതിയിൽ JD വാൻസ് പറയുന്നതും കേട്ടു. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങൾ തന്നെ.